ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഓട്ടുപുലയ്ക്കൽ വേലുക്കുട്ടി വിജയൻ അല്ലെങ്കിൽ OV വിജയൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തസ്രാക്ക് എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ തസ്രാക്കിൽ വന്ന OV വിജയൻ്റെ മെമ്മോറിയൽ കാണാണ്ട് ആരും തന്നെ പോവില്ല. ഇന്നത്തെ വീഡിയോയിൽ OV വിജയൻ്റെ ലൈഫ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഈ സ്മാരകത്തിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. ഇന്ന് സന്ദർശകർക്ക് വേണ്ടി സ്മാരകത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞാറ്റുപുര ഖസാക്കിൻ്റെ ഇതിഹാസ നോവലിനകത്ത് രവി വന്ന് താമസിച്ച് ഏകാധ്യാപക വിദ്യാലയം നടത്തിയെന്ന് OV വിജയൻ എഴുതിയിട്ടുള്ള ഞാറ്റുപുര നമ്മൾ അതേപടി സംരക്ഷിച്ചിട്ടുണ്ട്. ഞാറ്റുപുര അത്തരത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാറ്റുപുരയിൽ കയറിയ ഉടനെ ഞങ്ങൾക്ക് 3 മുറികളായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാം. ആദ്യത്തെ മുറിയിൽ കയറിയ ഉടനെ OV വിജയൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഗാലറികളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ ഫോട്ടോസും അവിടെ വെച്ചിട്ടുണ്ടാവും. മൂന്നാമത്തെ മുറിയിൽ എന്താ വെച്ചാൽ അദ്ദേഹം വരച്ച ഓരോ കാർട്ടൂണുകളും അവിടെയുണ്ട്. രണ്ടാമത്തെ റൂമിൽ ഒരു ലൈവായിട്ടുള്ളൊരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസും അതുപോലെ തന്നെ സ്റ്റോറീസും എല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് തിയേറ്ററാണ്. അത് റിക്വസ്റ്റ് അനുസരിച്ചിട്ടേ അവരത് പ്ലേ ചെയ്ത് തരുള്ളൂ. പക്ഷേ ഫോട്ടോ ഗാലറി ആയാലും കാർട്ടൂൺ ഗാലറി ആയാലും നിങ്ങൾക്ക് കയറിയ ഉടനെ കുറേ ഫോട്ടോസ്, കുറേ കാർട്ടൂൺസ് കാണാൻ പറ്റും. ഞാറ്റുപുരയുടെ മുന്നിലായിട്ട് OV വിജയൻ്റെ പ്രതിമ, അത് പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു ക്യാമ്പിൽ ചെയ്ത പ്രതിമയാണ്. അത് അഹല്യ ക്യാമ്പസ് ഇങ്ങോട്ട് സ്പോൺസർ ചെയ്തത്. അപ്പോൾ ആ പ്രതിമ OV വിജയൻ്റെ പ്രതിമയുണ്ട്. അതുപോലെ തന്നെ നോവലിനകത്ത് ഖസാക്കിൻ്റെ ഇതിഹാസ നോവലിൽ പരാമർശിക്കുന്ന അറബിക്കുളം എന്നുള്ള പേരിലുള്ള കുളം, അത് നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കുളം വൃത്തിയാക്കി എടുക്കും. നമ്മുടെ OV വിജയൻ മെമ്മോറിയലിൽ ഒരു ചെറിയൊരു ശില്പവനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശില്പവനത്തിൽ വന്നാൽ കുറേ ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഓരോ പ്രമുഖ ക്യാരക്ടേഴ്സാണ് ഈ ഓരോ ശില്പത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ആ ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നീട് അതുപോലെ
വിജയൻ്റെ നോവലുകളുടെ പേരിലുള്ള ഇരിപ്പിടങ്ങൾ, പെവിലിയൻസ്, ആളുകൾക്ക് സന്ദർശകർക്ക് വന്ന് ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാനും സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നോവലുകളുടെ പേരിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഇരിപ്പിടങ്ങളിലെല്ലാം അതാത് നോവലിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് മ്യൂറൽ പെയിൻറ്റിങ് കൂടെ അതിൻ്റെ ചുമരിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരംകായതി എന്നുള്ള 3 നോവലുകളുടെ ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബാക്കി 3 അറബിക്കുളത്തിൻ്റെ പണി തീരുന്നതോടുകൂടി അതിൻ്റെ ചുറ്റുമായിട്ട് മറ്റിരിപ്പിടങ്ങളും വരും. ബാക്കിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് സെമിനാർ ഹാളിനകത്തായിട്ട് 200 പേരെ ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാ മോഡേൺ സിസ്റ്റമുള്ള ഒരു സെമിനാർ ഹാൾ നമുക്കുണ്ട്. ആ സെമിനാർ ഹാളിൻ്റെ ചുമരിലായിട്ട് മറ്റ് മ്യൂറൽ പെയിൻറ്റിങ്സ് കൂടെ വിജയൻ്റെ ഖസാക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ്. അതും കൂടെ ഹാളിൻ്റെ ചുമരിലേക്കാണ്. ഹാളിൻ്റെ മറ്റ് ചുമരുകളിലായിട്ട് വിജയൻ്റെ മറ്റ് കൃതികളെ ബേസ് ചെയ്തിട്ടുള്ള വേറെ 15 ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള 15 അക്രിലിക് ക്യാൻവാസുകളും അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള മറ്റ് ക്യാമ്പുകളിൽ വരച്ചിട്ടുള്ള എല്ലാ മാസവും ഓരോ ക്യാമ്പുകൾ നടക്കാറുണ്ട്. ചിത്രകലാ ക്യാമ്പ്, കഥാകവിത ക്യാമ്പുണ്ട്. വേറൊന്ന് വിജയൻ പലർക്കും അയച്ചിട്ടുള്ള, അദ്ദേഹം പലർക്കും സ്വന്തം കൈപ്പടയിലും അതുപോലെ തന്നെ ഒടുവിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് കേട്ടെഴുതുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഏതാണ്ട് 70ഓളം കത്തുകൾ ഇപ്പം നമ്മൾ ഒരു ലെറ്റർ ഗാലറി ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നതിലെല്ലാം വിജയനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയനെ കണ്ടുകൊണ്ട് നടക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തെ കേട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് സ്മാരകത്തിന് ചുറ്റും എവിടെ നടന്ന് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു സൗകര്യവും കൂടെ സ്മാരകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകതയാണ്. മറ്റൊന്ന്, കനാൽ പാലത്ത് മെയിൻ റോഡ് സൈഡായിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസ നോവൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വഴിയമ്പലം എന്നുള്ള സ്ഥലത്താണ്. കൂമങ്കാവിലെ വഴിയമ്പലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതീകാത്മകമായിട്ടൊരു വഴിയമ്പലം ഉണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിൽ സമിതിയാണ് ഒരു വഴിയമ്പലം വീണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് മുരളി. കുറേ വിശേഷങ്ങൾ, നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് തസ്രാക്കിലെ വിശേഷങ്ങളും വിജയൻ സ്മാരകത്തിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓർമ്മകളും നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയൊരു ഒരു വീഡിയോ തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുറവുകളും കൂടുതലും എന്താ തോന്നിയെന്ന് വെച്ചാൽ എല്ലാം കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. അതുപോലെ തന്നെ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ തസ്രാക്കിൽ വന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടറിയാൻ ശ്രമിക്കൂ. ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞതല്ല, അതിൽ കൂടുതലുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഇവിടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.